18 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യത്തോടെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി CKN ട്രേഡേഴ്സ്. നിർമ്മാണ മേഖലയെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും സന്ദർശിക്കുക CKN ട്രേഡേഴ്സ്, കരുളായി റോഡ്, ഉപ്പുവള്ളി, പൂക്കോട്ടുംപാടം. ബ്രാഞ്ച് കാളികാവ്, മൂച്ചിക്കൽ. പാചകരംഗത്ത് വിപ്ലവകരമായ കണ്ടുപിടുത്തവുമായി കാളികാവിലെ ജാംജും റെസ്റ്റോറന്റ് ഉടമ ഹക്കീം രംഗത്ത്. പാചകവാതകത്തിന് ദിനം പ്രതി വില വർദ്ധിക്കുന്നതിൽ പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്കും കാറ്ററിംഗ് സെന്ററുകൾക്കും ലാഭകരമായ ഓയിൽ സ്റ്റൌവാണ് ജാംജും ഹക്കീം കണ്ടുപിടിച്ചത്. ഓയിൽ സ്റ്റൌവിന്റെ ലോഞ്ചിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ നിർവഹിച്ചു. ഓയിലും ഡീസലും അത് കത്തിങ്ങനെ സെറ്റാണ്. ഹക്കീം ഇതിവിടെ പ്രവർത്തനമൊക്കെ കാണിച്ചു തന്നു. ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിൽ പുതിയൊരു കണ്ടുപിടുത്തമാണ്, അഭിനന്ദനാർഹമാണ്. കാരണം ഹോട്ടൽ മേഖലയിൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഇവർക്ക് ഊർജം കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതായത് നന്നായിട്ടുണ്ട്. ബേക്കറികളിലും ഹോട്ടലുകളിലും കാറ്ററിംഗ് സെന്ററുകളിലും ഉപയോഗിച്ച ബാക്കി വരുന്ന വേസ്റ്റ് ഓയിലും വർക്ക്ഷോപ്പുകളിലും വാഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കരിയോയിലും ഇന്ധനമാക്കിയാണ് ഓയിൽ സ്റ്റൌ പ്രവർത്തിക്കുന്നത്. 20 വർഷമായി കാളികാവിൽ കിച്ചൺ മാസ്റ്റർ ജാംജും റെസ്റ്റോറന്റ് നടത്തുന്ന ഹക്കീമിന്റെ കണ്ടുപിടുത്തം ഏറെ പ്രാധാന്യത്തോടെയാണ് വ്യവസായ മേഖല കാണുന്നത്. ദീർഘനാളത്തെ ആലോചനകൾ ഗവേഷണങ്ങൾക്കും ശേഷമാണ് ഏറ്റവും ലാഭകരമായ ഓയിൽ സ്റ്റൌ ഹക്കീം നിർമ്മിച്ചത്. 1 ലിറ്റർ വേസ്റ്റ് ഓയിൽ കൊണ്ട് 3 മണിക്കൂറിലധികം സമയം സ്റ്റൌ കത്തിക്കാൻ കഴിയും. ഇത് ഏറ്റവും ലാഭകരമായതും പുകയും മറ്റു മലിനീകരണങ്ങളോ ഇല്ല എന്നതും ഇതിന്റെ മേന്മയാണ്. പാചകവാതകം, വിറക് എന്നിവയെക്കാളും ഏറെ ലാഭകരമായാണ് സ്റ്റൌ പ്രവർത്തിക്കുന്നത്. ഇതിനായി പ്രത്യേക തരം സ്റ്റൌ നിർമ്മിച്ചാണ് ഹക്കീം ഈ രംഗത്ത് വിജയം നേടിയത്. പുതിയ കണ്ടുപിടുത്തം കൊണ്ട് ഓയിൽ മാലിന്യം പൂർണ്ണമായും ഇല്ലാതാക്കാനും പുനരുപയോഗം കൊണ്ട് ഏറ്റവും ലാഭകരമായ ഉത്പന്നം വിപണിയിലെത്തിക്കാനും കഴിയുമെന്ന് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എറക്കൻ പറഞ്ഞു. നമ്മുടെ അബ്ദുൽ ഹക്കീം കയുടെ പുതിയ സംവിധാനം, അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പാചകം എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് അദ്ദേഹം ഒരു സംരംഭകരാണ്, മികച്ച സംരംഭകരാണ്. ഒരു ഹോട്ടൽ മേഖലയിൽ സംരംഭം നടത്തുന്ന ആളാണ്. അപ്പം ഹോട്ടലുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുന്ന, അതുപോലെ വാഹനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന കരി ഓയിൽ, അതായത് നമ്മൾ ഒഴിവാക്കുന്ന ഓയിൽ, എഞ്ചിൻ ഓയിൽ, അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നും നമ്മൾ പാചകം ചെയ്ത് പുറന്തള്ളുന്ന എണ്ണ, ഇത് ശരിക്ക് പുറന്തള്ളൽ, അതിൻ്റെ റീസൈക്ലിംഗ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ നമ്മൾ പാചകം എളുപ്പമാക്കാവുന്ന ഒരു സംവിധാനമാണ് ഹക്കീംക കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പ്രവർത്തനമൊക്കെ കാണിച്ചു തന്നു. വളരെ നന്നായിട്ടാണ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഗ്യാസിനൊക്കെ അനിയന്ത്രിതമായിട്ട് വില വരുന്നതും മറ്റ് ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതും അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനത്തിൽ കഴിയും എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇതിന് വളരെ വലിയൊരു നിർമ്മാണ ചെലവോ അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ചു കൊടുക്കുന്ന വലിയൊരു ചെലവൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള വിലയാണ് ഇതിന് വരാൻ സാധ്യത എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഹോട്ടലുകളിലും കാറ്ററിംഗ് സെന്ററുകളിലും ബാക്കി വരുന്ന ഫുഡ് ഓയിലിനേക്കാളും കൂടുതൽ നേരം കത്താനും ചൂട് ലഭിക്കാനും മോട്ടോർ വർക്ക്ഷോപ്പുകളിലെ കരി ഓയിലാണ് മികച്ചതെന്ന് സ്റ്റൌ നിർമ്മാതാവ് ഹക്കീം പറഞ്ഞു. 1 മാസത്തിലേറെയായി ഹക്കീമിന്റെ ജാംജും റെസ്റ്റോറന്റിൽ ഓയിൽ സ്റ്റൌവാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഉത്പന്നം വിജയകരമാണെന്ന് തെളിയിച്ചതോടെ വ്യാവസായികാടിസ്ഥാനത്തിൽ സ്റ്റൌ നിർമ്മിച്ച് വിപണിയിലിറക്കാനാണ് ഹക്കീമിന്റെ പരിപാടി. മേഖലയിൽ യുദ്ധം കാരണം ഗ്യാസിന് ഇരട്ടി വിലയാവുകയും ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് അത് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ അപ്പോഴാണ് ഈ ഓയിൽ സ്റ്റൗ എന്നുള്ളൊരു സിസ്റ്റം ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1000 രൂപ ഗ്യാസിന് ചിലവാക്കുമ്പോൾ ഇതിന് ഏകദേശം ഒരു 70 രൂപേൻ്റെ എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞ ചിലവ്. പിന്നെ അതിൻ്റെയൊക്കെ ഉപരി ഗ്യാസിനെക്കാട്ടിലും വേഗതയിൽ ഇത് കത്തുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്യണ സാധനം ഇതിന് ഒരു 75 മിനിറ്റ് മതി, ഒരു 45 മിനിറ്റ് മതി ഇത് ഇതാക്കാൻ വേണ്ടി. അത്രയും ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ ഫാസ്റ്റുമാണ്, പൈസയും വളരെ ലാഭമാണ്. പിന്നെ ഇപ്പോൾ ജനങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ഹോട്ടലുകാർക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു സമയമായതുകൊണ്ടാണ് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്കുണ്ടായത്. തന്റെ മകൻ ഷാമിലിന്റെ ജന്മദിനത്തിലാണ് ഓയിൽ സ്റ്റൌ ലോഞ്ചിംഗ് നടത്തിയത്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പുതിയ കണ്ടുപിടുത്തം നടത്തി വിജയിച്ച ഹക്കീമിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രസിഡന്റ് CH ഫൈസലും സെക്രട്ടറി OK മുസ്തഫയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.